നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മനുഷ്യത്വം എന്താണെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും വലിയൊരു മഹാനാണ് അല്ലാഹ്. എത്ര ഉദാഹരണങ്ങളാണ് എന്റെ സഹോദരങ്ങളെ. ഖുർആൻ പഠിച്ചാൽ ഒരു മനുഷ്യന് ഖുർആൻ അനുസരിച്ച് ജീവിക്കുമെന്ന് പ്രതിജ്ഞ എടുത്താൽ ഖുർആൻ അനുസരിച്ചായിരിക്കണം ജീവിക്കേണ്ടതെന്ന് മാത്രം. ജീവിച്ചാൽ മനുഷ്യത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലേ, നമ്മുടെ മുമ്പിൽ എത്ര മഹാന്മാര് തൊട്ടടുത്തല്ലേ ആദരണീയനായ അത്തിപ്പറ്റ ഉസ്താദ്. നമുക്ക് ആ ഉസ്താദിനെ മറക്കാൻ കഴിയോ? നമ്മുടെ ജീവിതത്തിൽ അത്തിപ്പറ്റ ഉസ്താദിനെ മറക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അദ്ദേഹം ഒരിക്കലും ഒരു എംപിയോ MLA ഒരു മന്ത്രിയോ ഒന്നും ആയിരുന്നില്ല. അദ്ദേഹം ഒരു വലിയ മുതലാളിയായിരുന്നു. അദ്ദേഹം പലർക്കും അത്ഭുതമായി. അദ്ദേഹം വലിയൊരു മുതലാളിയാണ്. സംശയമുണ്ടോ? ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറയുന്നത് എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എവിടെ വേണോ ധരിക്കാം, എവിടെ വേണോ ധരിക്കാം. ലൈവല്ലേ ഞാൻ പറയുന്നു, അത്തിപ്പറ്റ ഉസ്താദ് വലിയൊരു മുതലാളിയാണ്, ഒരു സംശയമില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ മുതലാളിയാണ്. നമ്മുടെ ഇടയിൽ മുസ്ലിങ്ങളുടെ ഒരു പ്രതിനിധിയായി ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുത്ത്, ഒരുപാട് പേർക്ക് ജോലി കൊടുത്ത്, പള്ളിക്ക് ഒരുപാട് സഹായിച്ച് ഇന്നും വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ കാരുണ്യം കാംക്ഷിച്ചു കൊണ്ട് പോകുന്ന എത്ര ചെറുപ്പക്കാരാണ്, എത്ര ഭാവിയുടെ വരദാനങ്ങളാണ് അവിടെ പോകുന്നത്. ആളാരാ? MA യൂസുഫ് അലി സാഹിബ് പറഞ്ഞു, ഞാൻ മുതലാളിയാണ്, അത്തിപ്പറ്റ ഉസ്താദും മുതലാളിയാണ്. സദസ്സിലെത്തിക്കൊണ്ടാ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ദുനിയാവിന്റെ മുതലാളി, അത്തിപ്പറ്റ ഉസ്താദ് പരലോകത്തിലെ മുതലാളി. ഇപ്പൊ മനസ്സിലായ? അത്തിപ്പറ്റ ഉസ്താദിന്റെ മുതൽ എന്താന്ന് മനസ്സിലായോ? പരലോകത്തിലെ മുതലാളിയാണ് എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ അല്ലാഹു തആല കൊടുത്ത 82 വർഷം അത് ജീവിതത്തിൽ മനുഷ്യത്വപരമായി ജീവിച്ച് ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ആരോടെങ്കിലും കയർത്ത് സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ട്. അത് ആദർശപരമായിട്ട് മാത്രം. എന്റെ മുഖതാവിൽ എന്റെ മുന്നിൽ വെച്ച് പലരെയും ഷൗട്ട് ചെയ്യുന്നത് ഇപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനത് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കത് കേട്ടിട്ടുമുണ്ടാകും. ചില സന്ദർഭങ്ങളിലൊക്കെ ഉസ്താദ് വല്ലാതെ ചൂടാകും. അതിലൊരു ഘട്ടമാണ് ഫോട്ടോ വെച്ചുകൊണ്ട് ഉസ്താദിന്റെ ഏതെങ്കിലും പോസ്റ്റർ അടിച്ചാൽ വല്ലാത്ത ദേഷ്യമാണ്, വല്ലാത്ത ദേഷ്യമാണ്. മഹാന്മാരൊക്കെ പറയുന്നത് എന്താണ്? ഫോട്ടോ വെച്ച് വലിയ മഹാന്മാരുടെ പോസ്റ്ററും ഫ്ലക്സും ഒന്നും അടിക്കാറില്ല. കാരണം അതിന് പ്രാവ് കാട്ടിക്കേണ്ടവരല്ലവർ. നമ്മളെയൊക്കെ ഫോട്ടോ എല്ലാ സ്ഥലത്തും കൊണ്ടൊട്ടിക്കും, പ്രാവ് അതിന്റെ മുകളിൽ ഇരുന്ന് കാട്ടിക്കുന്നത്. അത്ര വില നമുക്കുള്ളൂ. മറിച്ച് മഹാന്മാരായ ആരിഫീങ്ങളായ സാലിഹീങ്ങളായ ഒരു പണ്ഡിതന്മാരുടെയും തൊട്ടടുത്താണ് പാലക്കാട് ജില്ല. തൊട്ടടുത്താണ് പാലക്കാട് ജില്ല. ഈ പാലക്കാട് ജില്ലയിലൊന്നും പോണ്ട, തൊട്ടടുത്ത് ആറ്റാശ്ശേരി, അടുത്തല്ലേ ആറ്റാശ്ശേരി? അല്ലേ? ആറ്റാശ്ശേരി, ചെറുപ്പുളശ്ശേരിക്കടുത്ത് ആറ്റാശ്ശേരി. എന്റെ ആദരണീയനായ ഗുരുനാഥൻ ശൈഖുനാ തെന്നിന്ത്യയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരിഫീങ്ങളിൽ ഏറ്റവും വലിയ പ്രധാനിയായ, ഏറ്റവും വലിയ ആശിഖുർ റസൂലായ, ഇന്നും എന്റെ സഹോദരങ്ങളെ ആയിരക്കണക്കിന് ആളുകൾ അവിടുത്തെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം ക്യൂ നിന്ന് തിരുവനന്തപുരത്തൊക്കെ വരുമ്പോൾ, നമ്മുടെ കോളേജിലൊക്കെ വരുമ്പോൾ ആളുകൾ ക്യൂ നിന്നിട്ട് കാണുന്നത് ഒന്ന് ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് വരെ ആ മഹാനുഭാവന്റെ ഒരു ഫോട്ടോ നമ്മൾ ആരും കണ്ടിട്ടില്ല. ആദരണീയനായ ശൈഖുനാ അതിരാം പട്ടണം ആറ്റാശ്ശേരി കെറ്റി മമ്മിക്കുട്ടി ഹസ്രത്ത്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എന്റെ സഹോദരങ്ങളെ, അങ്ങ് അതിരാംപട്ടണം, തമിഴ്നാട്ടിൽ അതിരാംപട്ടണത്തെ റഹ്മാനി അറബി കോളേജിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന, ഇപ്പൊ ആറ്റാശ്ശേരിയിൽ താമസിക്കുന്ന ആദരണീയനായ എന്റെ ഗുരുനാഥൻ കൂടിയായ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ. എവിടെ നമ്മൾ ഫോട്ടോ കണ്ടു? ഇല്ല. സഹോദരങ്ങളെ, ഒരു മഹാന്മാർക്കും അത് ഇഷ്ടമുള്ളതല്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അത്തിപ്പറ്റ ഉസ്താദ് അങ്ങനെയൊക്കെ ചൂടായ പല സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ടല്ലേ അള്ളാഹു തആല കൊടുത്തത്. എന്താ കൊടുത്തത്? 63 പ്രാവശ്യം മയ്യത്ത് നിസ്കാരം നടന്നു.
നമ്മുടെ പള്ളികളിലൊക്കെ മയ്യത്തുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഇമാമ പ്രസംഗിക്കും. ഇവിടെ കൊണ്ടോന്ന് എനിക്കറിയില്ല. ഇമാമ പ്രസംഗിക്കാറുണ്ട്. എന്താ പ്രസംഗിക്കുന്നത്? ഇങ്ങനെ നോക്കും, 2 സഫ് ആളേ ഉള്ളൂ. അവ എന്താ ഇമാം പറയുന്നത്? പുറകിൽ നിൽക്കുന്നവരിൽ 2-3 പേര് ദയവ് ചെയ്ത് അതിന്റെ തൊട്ട് പുറകിലേക്ക് ഇറങ്ങി നിൽക്കേണ്ടതാണ്. കാരണം 3 സഫാക്കൽ സുന്നത്താണ്. അപ്പൊ ആളില്ലാത്തതിന്റെ പേരിൽ നിൽക്കുന്നവർ ഒന്ന് പുറകിലോട്ട് ഇറങ്ങി നിൽക്കണേ എന്ന് പറയുന്ന അവസ്ഥയാണ്. കാരണം മയ്യത്ത് നമസ്കരിക്കാൻ ആളില്ല. 63 പ്രാവശ്യം മയ്യത്ത് നമസ്കാരം നടന്നു. അതിൽ ലക്ഷക്കണക്കിന് ആളുകൾ മയ്യത്ത് നമസ്കരിച്ചു. അർഹതയില്ലെങ്കിൽ പോലും സുബഹി കഴിഞ്ഞ് സുബഹിക്ക് തൊട്ടു മുമ്പുള്ള ആ തഹജ്ജുദിന്റെ സമയത്തുള്ള മയ്യത്ത് നമസ്കാരത്തിന്റെ ഇമാമത്ത് നിൽക്കാനുള്ള ഭാഗ്യം കിട്ടി എനിക്ക്. എന്റെ സഹോദരങ്ങളെ, ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, മൃഗീയതയിൽ നിന്നും മനുഷ്യത്വത്തിലേക്ക് വിശുദ്ധ ഖുർആൻ അവരേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോഴും ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. നമുക്ക് പോകണം മനുഷ്യത്വത്തിലേക്ക്. അതിനെന്താ വേണ്ടത്? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഒരു 3-4 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കൃത്യമായി. അത് ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ്. 1 മണിക്കൂറായി. ഇനി ആ 1 മണിക്കൂർ കൊണ്ട് ആ കാര്യങ്ങൾ ഞാൻ പറയാം. അള്ളാഹു ഭാഗ്യം തരട്ടെ. മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ പറയാൻ ശ്രദ്ധിച്ച് കേട്ടോളി. അള്ളാഹു പറയുകയാണ്, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അലിഫ് ലാം മീം. എല്ലാ മുഫസ്സിരീങ്ങളും അവിടെ എത്തുമ്പോൾ പറയുന്നത്, ഇല്ല, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാൻ അറിയില്ല, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാൻ അറിയില്ല. അല്ലാഹു അഅലമു ബിമുറാദിഹി. ഇതെന്താണെന്ന് പടച്ചവന് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് എല്ലാ മുഫസ്സിരീങ്ങളും അവിടെ നിന്ന് തടിതപ്പുമ്പോ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കണേ എന്നാണ്. അതിനൊരു സൂചന കൊടുത്തു. എന്താണെന്നറിയോ? അലിഫ് എന്ന് പറഞ്ഞാൽ നൃത്തമാണ്, ലാം എന്ന് പറഞ്ഞാൽ റുകൂആണ്, മീം എന്ന് പറഞ്ഞാൽ സുജൂദാണ്. അതിന്റെ മെത്തേഡ് എങ്ങനെയാണ്? അതിന്റെ സൃഷ്ടിപ്പ് എങ്ങനെയാണ്? അലിഫ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്നതിനെ സൂചിപ്പിക്കുകയാണ്. ലാം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ റുകൂആണ്. മീം എന്ന് പറഞ്ഞാൽ സുജൂദാണത്രേ. ചില മുഫസ്സിരീങ്ങൾ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം എടുക്കാം. അല്ലാഹു അഅലമു ബിമുറാദിഹി. എന്താണ് പടച്ചവൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ നമുക്കറിയില്ല. അല്ലാഹ് പറയുകയാണ്, ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി. ഒരു സംശയം വേണ്ട, ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥം തന്നെയാണ്, അല്ലാഹുവിന്റെ കലാമ് തന്നെയാണ്, അല്ലാഹുവിന്റെ കലാമ് തന്നെയാണ്. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. സഹോദരങ്ങളെ, ഇത് പറയുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. ഒരു വാക്ക് പോലും മാറ്റി എഴുതാൻ ആർക്കും കഴിയില്ല. ഒരു വള്ളി പോലും ആർക്കും തന്നെ മാറ്റി എഴുതാൻ കഴിയില്ല. ഇന്നും ആളുകൾ മുറവിളി കൂട്ടുന്നുണ്ട്. ജിഹാദിന്റെ 70-ൽ ചില്ലുവാനമായത്തുകളെ ജിഹാദുമായി ബന്ധപ്പെട്ടതാണ്. ഇടോ, ജിഹാദിന്റെ അർത്ഥമറിയാത്തത് കൊണ്ടാണ് അടുത്തുള്ള ഏതെങ്കിലും നിസ്കാര പള്ളിയിലെ ഒരു പാവപ്പെട്ട ആലിമിനോടെങ്കിലും ചോദിച്ചു നോക്കടാ, ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഈ കരുതിയത്? എന്തേ ജിഹാദ് എന്ന പേര് മാത്രമുള്ളത്? സഹോദരങ്ങളെ, ആ പേര് വല്ലാത്തൊരു പേരാണ്. അറബി ലാംഗ്വേജ് അല്ലേ, അറബീകരിക്കുകയല്ലേ. അതുപോലെ നിങ്ങൾ നോക്കും, മുത്തലാഖ് എന്ന് പറയുന്നത് 3 ഡിവോഴ്സ്, 3 ഡിവോഴ്സ് എന്ന് പറയൂലല്ലോ. 3 വിവാഹമോചനം എന്ന് പറയാ, അതും പറയൂല. പറയുന്ന പേരെന്താണ്? മുത്തലാഖ്. തൊലാഖ് എന്ന അറബി വേട് വരുമ്പോ അതിനെ ഒന്ന് ഇസ്ലാമികവൽക്കരിക്കുകയാണ് ഈ രാജ്യത്തിന്റെ സഹോദരങ്ങളെ. ഇതാ നടന്നുകൊണ്ടിരിക്കുന്നത്. 70ഓളം ഭാഗങ്ങളിൽ ഖുർആൻ ജിഹാദിന്റെ ആയത്തുകളുണ്ട്. അത് ഒരെണ്ണമെങ്കിലും തിരുത്തി കാണണമെന്ന് ആഗ്രഹിച്ച് പാതിരാത്രി ഉറക്കപ്പായെടുത്ത് കയ്യിൽ ചുരുട്ടി വെച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നവരെ, ഒരു ജന്മമല്ലടാ, 100 ജന്മം നടത്തിയാൽ, ഒരു 100 ജന്മം ജനിച്ചാൽ ഖുർആനിന്റെ ഒരു വള്ളിയെ മാറ്റിയെഴുതോ, ഒരു പുള്ളിയെ മാറ്റി കുറിക്കോ ലോക പരിശക്തികൾക്ക് കഴിയില്ല. കാരണം ദാലികൽ കിതാബ് ലാ
റൈബ ഫീ. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, ഇത് ദൈവിക ഗ്രന്ഥമാണ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയട്ടെ. ഒരു ദിവസം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അന്താകിയക്കാര് വരികയാ. ആരാണ് അന്താകിയക്കാരെന്നറിയോ? അവരുടെ നാട്ടിലെത്തിയപ്പോഴാണ് മൂസാ നബിയും ഖിളിർ നബിയും അവരോട് കുറച്ച് വെള്ളം ചോദിച്ചത്. പണ്ട് ആ യാത്രയിൽ വെള്ളം ചോദിച്ചിട്ട് വെള്ളം കൊടുത്തില്ല, ഭക്ഷണം ചോദിച്ചിട്ട് ഭക്ഷണം കൊടുത്തില്ല. അവസാനം അവരുടെ നാടിന്റെ ചുറ്റുമതിൽ പൊളിഞ്ഞു കിടന്നപ്പോ ഖിളിർ നബി എന്ന് പറയുന്ന ഗുരുനാഥനിരുന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ശിഷ്യന് മൂസാ നബി ചോദിച്ചു, ഉസ്താദേ, നിങ്ങൾ എന്തായി കാണിച്ചത്? ഒരു തുള്ളി വെള്ളം തരാത്തവർക്ക് എന്തിനാണ് നിങ്ങൾ മതിൽ കെട്ടിക്കൊടുക്കുന്നത്? ആ സമയത്താണ് ആവശ്യമില്ലാത്തതിന് തലയിട്ടതിന്റെ പേര് തന്റെ ശിഷ്യനെ പിരിച്ചുവിട്ടത്, പഠനശാലയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോഴാണ്. ശേഷം അതിന്റെ കാരണം പറഞ്ഞു കൊടുത്തു. സഹോദരങ്ങളെ, നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സഹോദരങ്ങളെ, ആ നാടിനെ പറ്റി അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ഇവര് ചെന്നിട്ട് ഭക്ഷണം ചോദിച്ചപ്പോ, ഇവര് ചെന്നിട്ട് വെള്ളം ചോദിച്ചപ്പോ പറയുകയാണ്, മൂസ നബിയും ഖിളിർ നബിയും അവരോട് കുറച്ച് വെള്ളം ചോദിച്ചപ്പോ കൊടുത്തില്ല. എത്ര സങ്കടകരമാണ് ഈ വെള്ളം കൊടുക്കുക, ഭക്ഷണം കൊടുക്കാതിരിക്കുക. ഇന്ന് കൊടുത്തിട്ടെടുത്ത് പറയാൻ എത്ര വേദന എന്നറിയോ? കൊടുത്തിട്ടെടുത്തു പറയാ ആളുകൾ. എന്നാ ഈ പറയുന്ന ആളുകൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്തവരാണോ? അല്ല. ഒരു ഈത്തപ്പഴം കൊടുത്തവരാണോ? അല്ല. പറയുന്നത് എന്താണ്? ഇവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് മട്ടൻ ചേർത്ത് കൊടുക്കുന്നു, അവർക്ക് ചിക്കന്റെ കാല് കൊടുക്കുന്നു, അവർക്ക് ബീഫ് ഒലത്തിയത് കൊടുക്കുന്നു. ഇതാണ് പരാതി. ഈ പരാതി പറയുന്നവർ ഇന്നേ വരെ ഒരു പല്ലിമുട്ടായി ഒരുത്തനും കൊടുത്തിട്ടുണ്ടാവൂല. പാവപ്പെട്ട ആളുകൾ, പാവപ്പെട്ട ഉമ്മമാർ, ഉസ്താദുമാർക്ക് ഭക്ഷണം, അതല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം എന്ന് കേൾക്കുമ്പോ, മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് കേൾക്കുമ്പോ ആവേശത്തോടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർക്കുണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ, തന്റെ മക്കൾക്കുണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ രുചികരമായ വർണ്ണക്കൂട്ടുകൾ ചേർത്ത് വെച്ചിട്ട് ഭക്ഷണം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. മലപ്പുറം ജില്ലകളിലൊക്കെ വരുമ്പോ കഴിക്കാൻ നമുക്ക് കഴിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. സ്വാദിഷ്ടമായ ഭക്ഷണം. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഉമ്മമാരെ, നിങ്ങളുടെ ഭാഗത്തു നിന്നും അങ്ങനെ വരില്ല. പക്ഷേ ആളുകൾ പറയുന്നത് എന്താണ്? ഇഷ്ടംപോലെ ഭക്ഷണം കൊടുക്കുന്നവർക്ക് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ്. ഭക്ഷണം കൊടുക്കുന്നു, അതാണ് പ്രശ്നം. നിങ്ങൾക്കറിയോ, അന്താക്കിയക്കാരടുത്ത് വന്നിട്ട് ഒരു തുള്ളി വെള്ളം ചോദിച്ചിട്ട് ആ നാട്ടുകാർ കൊടുത്തില്ല. മൂസാ നബിക്കും ഖിളിർ നബിക്കും വല്ലാതെ സങ്കടം വന്നു. അപ്പോഴാണ് ചുറ്റുമതിൽ പൊളിഞ്ഞു കിടക്കുന്നത്. മൂസാ നബി ഖിളിർ നബി ഇരുന്ന് കെട്ടിക്കൊടുത്തു. മൂസാ നബി ചോദിച്ചു, അല്ല ഉസ്താദേ, നിങ്ങൾക്ക് എന്താ ഇത് കെട്ടിക്കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്നാ കൂലി ചോദിച്ചുകൂടി അവന്മാരെടുത്ത്. ഉമർ ചോദിച്ചിട്ടും തരാത്തവന്മാരല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ്, മോനെ മതി, നീ 3 ചോദ്യം ആവശ്യമില്ലാതെ ആവർത്തിച്ചു, ഇനി നീ ഇതൊക്കെ പിരിഞ്ഞു പോകാം എന്ന് പറഞ്ഞ് പിരിച്ചുവിട്ട സൂറത്തുൽ കഹ്ഫിന്റെ ചരിത്രം പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം, ശ്രദ്ധിക്കണേ, ഉറക്കം വരുന്നില്ലല്ലോ, വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം അന്താക്കിയക്കാര്, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അത് മൂസാ നബി ഖിളിർ നബി അന്ന് വന്നത് ഈ പുത്തൂരാണെന്നിരിക്കട്ടെ. ഒരു ഉദാഹരണം, കരിങ്കല്ലത്താണിക്കടുത്ത, നാട്ടുകല്ലിനടുത്ത പുത്തൂർ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ പ്രദേശത്താണ് അന്ന് മൂസാ നബി ഖിളിർ നബി വന്നതെന്നിരിക്കട്ടെ. പണ്ട്, നമ്മളെ കാലമൊന്നും അല്ല, വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്കൊക്കെ മുമ്പ്. അന്ന് ഇവിടെ ഉള്ള ഏതോ ഉപ്പാപ്പന്മാര് ആഹാരം കൊടുത്തില്ല. അതിന്റെ പേരിൽ വിശുദ്ധ ഖുർആനിൽ നബിതങ്ങളോട് ഇത് ഉണർത്തിക്കൊണ്ട് സൂറത്തുൽ കഹ്ഫിൽ ഈ ചരിത്രം അള്ളാഹു അവതരിപ്പിച്ചു. പുത്തൂരുകാരി ഭക്ഷണം കൊടുത്തില്ല എന്ന് ആയത്തില്ലെങ്കിൽ പോലും അതിന്റെ തഫ്സീറുകളിൽ പുത്തൂരാണ്, മലപ്പുറം ജില്ലയിലാണ് എന്നൊക്കെ ഉണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് നാണക്കേടാണോ? അല്ലേ, നാണക്കേടാണ്. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം ലോക അവസാനം വരെ ഖുർആനുണ്ട്. ഈ ഖുർആൻ ലോക അവസാനം വരെ ആളുകൾ ഓതിക്കൊണ്ടിരിക്കുമ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ഈ നാട്ടുകാരെ പറ്റി മോശമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? യോമാര് പച്ചവെള്ളം കൊടുക്കാത്തവന്മാരാണ്. അങ്ങനെ നബിയുടെ മുമ്പിൽ വന്നിട്ട് ആ കാലഘട്ടക്കാര് പറഞ്ഞു, നബിയെ, ഞങ്ങൾ വന്നതൊരു ചെറിയൊരു റിക്വസ്റ്റുമായിട്ടാണ്. എന്ത് പറ്റി? അല്ല, പണ്ട് ഞങ്ങളുടെ ഉപ്പാപ്പമാര് ഭക്ഷണം കൊടുക്കാത്തതിനെ പറ്റി ഒരു ആയത്തുണ്ടല്ലോ. അതെ, ഉണ്ട്. അപ്പൊ ഈ അബൗ എന്ന് പറയുന്ന ആ ബാഇന്റെ അടിയിൽ കിടക്കുന്ന ഒരു പുള്ളി ഉണ്ടല്ലോ, അബൗവിന്റെ
പുള്ളി ഉള്ളതും ഇല്ലാത്ത അക്ഷരങ്ങളുണ്ടല്ലോ അറബിയിൽ. അലിഫിന് പുള്ളിയില്ല, ബാഇന് പുള്ളിയുണ്ട്, താഇന് പുള്ളിയുണ്ട്, സാഇന് പുള്ളിയുണ്ട്, ജീമിന് പുള്ളിയുണ്ട്, ഹാഇന് പുള്ളിയില്ല, ഖാഇന് പുള്ളിയുണ്ട്, ദാലിന് പുള്ളിയില്ല, ദാലിന് പുള്ളിയുണ്ട്, റാഇന് പുള്ളിയില്ല, സായിക്ക് പുള്ളിയുണ്ട്, സീനിന് പുള്ളിയില്ല, ഷീനിന് പുള്ളിയുണ്ട്, സ്വാദിന് പുള്ളിയില്ല, ലാദിന് പുള്ളിയുണ്ട്, താഇന് പുള്ളിയില്ല, ലാഇന് പുള്ളിയുണ്ട്, ഐനിന് പുള്ളിയില്ല, ഫാഇനും ഖാഫിനും പുള്ളിയുണ്ട്, കാഫിനും ലാമിനും മീമിനും പുള്ളിയില്ല, നൂനിന് പുള്ളിയുണ്ട്, വാവിന് പുള്ളിയില്ല, ഹാഇന് പുള്ളിയില്ല, യാഇന് അടിയിൽ 2 പുള്ളിയുണ്ട്. ഈ ബാഇന്റെ അടി കിടക്കുന്ന പുള്ളി ഒന്ന് എടുത്ത് അതിന്റെ മുകളിൽ ഇട്ട് തരണം. നബിയോട് ആവശ്യപ്പെടുക. ഖുർആൻ അവതീർണമായത് ആർക്കാ? റസൂലുള്ളാഹി തങ്ങൾക്കാണ്. നബിയെ, അടി കിടക്കുന്ന പുള്ളി എടുത്ത് ഒന്ന് മുകളിലാക്കി തരും. എന്നിട്ട് ഒരു ചേഞ്ച് വരുത്തിയല്ലേ, ഒരു പുള്ളി കൂടെ അധികം കൊടുത്തോളെ. അത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. നാണക്കേടുകൊണ്ട് സഹിക്കാൻ പോയി. എന്തെങ്കിലും വന്നാൽ മൊത്തത്തിലാണല്ലോ നാണക്കേട്. അപ്പൊ അതുകൊണ്ട് പണ്ട് ഇങ്ങനെ കാണിച്ചതിന്റെ പേരിൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ആളുകളൊക്കെ കളിയാക്ക, എടാ നിങ്ങളെ അമ്മക്കറി, ഞങ്ങളെ മറ്റോമാരല്ലേ, നിങ്ങൾ അന്ന് ചാപ്പാട് കൊടുക്കാത്തവന്മാരല്ലേ എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കാൻ. അതുകൊണ്ട് നബിയെ, ഈ ഒരു പുള്ളി എടുത്ത് അങ്ങ് മുകളിലിട്ട് തന്നിട്ട് ഒരു പുള്ളിയും കൂടെ അധികം ഒന്ന് കൊടുത്തു തരുമോ? അപ്പൊ എന്തായി അർത്ഥം? അർത്ഥം എന്തായി? നമുക്ക് അങ്ങനെ ഓതിക്കൂടാ. എങ്കിലും ഞാൻ പറയാം, അത്തൗ അയ്യുള്ളീഫുഹുമാ, അവർ ഓടി വന്നപ്പോൾ ഇവർ ഭക്ഷണം കൊണ്ട് ഓടി അടുത്ത് ചെന്നു എന്നായ അർത്ഥം. നേരെ അർത്ഥം അങ്ങ് തിരിഞ്ഞ്. ഇത്ര മാത്രം ഒന്ന് ചെയ്തു തരണം, ഞങ്ങൾ അങ്ങയുടെ കൂടെ നിൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് ചോദിച്ചു, പകല് ആകാശത്തിൽ എന്താ കാണുന്നേ? സൂര്യൻ. രാത്രിയാണെങ്കിലോ അത് ചന്ദ്രൻ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, എന്റെ ഈ വലത്തെ കയ്യിൽ സൂര്യനെയും എന്റെ ഇടത്തെ കയ്യിൽ ചന്ദ്രനെയും നിങ്ങൾ പിടിച്ചു തന്നാൽ പോലും ഒരു പുള്ളിക്ക് വ്യത്യാസം വരുത്താൻ എനിക്ക് കഴിയില്ല. ഇത് പടച്ചവന്റെ ഗ്രന്ഥമാണ്. ലാ റൈബ ഫീഹി, ഒരു സംശയവും വേണ്ട മക്കളെ, എന്നെ കൊണ്ട് അതിന് കഴിയില്ല എന്ന് ഖുർആൻ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ ഒരു പുള്ളി ഒന്ന് മാറ്റിയിട്ട് ഒരു സമുദായത്തെ രക്ഷപ്പെടുത്താൻ, ഒരു സമുദായത്തെ രക്ഷപ്പെടുത്താൻ, ഒരു സമുദായത്തിന്റെ ദുഷ്പേര് മാറ്റി കൊടുക്കാൻ, ഒരു സമുദായത്തിന്റെ നല്ല പേര് സൽപേര് ലോകം മുഴുവനും ആഘോഷിക്കാൻ ഒരിക്കലും അല്ലാഹുവിന്റെ പ്രവാചകനെ തയ്യാറായില്ല. കഴിയില്ല എന്ന് ശാഠ്യം പിടിച്ചു. എന്തുകൊണ്ടാണ്? ഇത് ദൈവിക ഗ്രന്ഥമാണ്, ദൈവിക ഗ്രന്ഥമാണ്. ഒരിക്കലും അതിനെ മാറ്റാൻ ഒരിക്കലും കഴിയില്ല. ഫേസ്ബുക്കിൽ ഇട്ടത് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് തിരുത്താം. കാരണം നമ്മൾ ഇട്ടതാണ്. അതിലെന്ത് ഇജാസ്, അതിലെന്താ അമാനുഷികത? ഒന്നുമില്ല. എന്താ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ? എഫ് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് എന്നല്ല, ഫേക്ക് ന്യൂസ് എന്നാണ് അർത്ഥം. ഞാൻ വേറൊന്നും പറയണല്ല. നമ്മുടെ മാപ്പിളപ്പാട്ടിന്റെ സാമ്രാട്ട് ജനാബി എരഞ്ഞോളി മൂസ 2 ആഴ്ചകൾക്ക് മുമ്പ് വന്നിട്ട് ലൈവില് പറയാണ്, ഞാൻ ജീവനോടെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, ഞാൻ മരിച്ചിട്ടില്ല മക്കളെ, ഞാൻ ജീവനോടെ എപ്പോഴും ഉണ്ടെന്ന് പറയുന്നു. കാരണം ഏവനോ തട്ടിയിറക്കി കൊടുത്തു എരഞ്ഞോളി മൂസ മരിച്ചുപോയി. പിറ്റേന്ന് ആളുകൾ വീട്ടിന്റെ മുമ്പിൽ നിരന്നു. അല്ലേ? ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയാണ്, എന്റെ പ്രിയപ്പെട്ട, സത്യവും വരുന്നുണ്ട് അസത്യവും വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, ഒരിക്കലും വിശുദ്ധ ഖുർആനിനെ ഒരിക്കലും ഒരു പുള്ളിക്ക് വ്യത്യാസം വരുത്താൻ കഴിയില്ല. ലാ റൈബ ഫീഹി, ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. വെല്ലുവിളിച്ചില്ലേ? വെല്ലുവിളിച്ചില്ലേ? ഇത് ഏത് കാലത്താണ്? സാഹിത്യ സാമ്രാട്ടുകളുടെ കാലമായിരുന്നു. ദുഃഖം, സങ്കടം അടക്കി പിടിച്ച് നിൽക്കുന്ന സമയത്തും അവർക്ക് നിമിഷ നേരം കൊണ്ട് കവിതകൾ വരുന്ന കാലം. സങ്കടം വന്ന് നിൽക്കുമ്പോ, നമുക്ക് ആർക്കെങ്കിലും സങ്കടം വരുമ്പോ ഭയങ്കര പേടി വരുമ്പോ നമുക്ക് എന്തെങ്കിലും ഓർമ്മ വരുമോ? ഒന്നും വരില്ല. പണ്ട് ഈ എന്താണ് വീഗാലാൻഡിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, എന്താ എനിക്ക് പറയുന്നത്, സദ്ദാം എന്താ പറയുന്നത്, കറങ്ങിയിട്ട് ചെന്ന് വെള്ളത്തിൽ വീണതാണ്. എന്താണ് എന്ത് സ്ലൈഡാ? മനസ്സിലായല്ലോ നിങ്ങൾക്ക് കാര്യം? മുകളിൽ കയറിയിട്ട് കറങ്ങി നേരെ ചെന്ന് വെള്ളത്തിലായിരിക്കും വീഴുന്നത്, അല്ലേ? അപ്പൊ ഇവൻ കറങ്ങി ചെന്ന് വീഴുമ്പോ ആരാന്റെ ഭാര്യയായിരിക്കും അവിടെ കിടക്കുന്നത്. അതൊക്കെ വേറെ വിഷയം, പോട്ടെ. അപ്പൊ ഏതാണെങ്കിലും ഈ കറങ്ങി ചെന്ന് വെള്ളത്തിൽ വീണ ഒരു സാധനം ഉണ്ട്. അതിന് ഇംഗ്ലീഷ് ഞാൻ അവിടെ പോയിട്ടില്ല, എനിക്ക് അതിന്റെ പേരും അറിയില്ല. ഞാൻ പറയാ, അതിൽ 2 സുഹൃത്തുക്കൾ കറങ്ങാൻ വേണ്ടി പോയി അതിന്റെ മോളിൽ കയറി. പകുതി കഴിഞ്ഞപ്പോ വേഗത കൂടി. അപ്പൊ സങ്കടമായി. കാരണം എന്തായിരുന്നാലും മറ്റോൻ പറഞ്ഞ അളിയാ മിക്കവാറും മരിക്കും നമ്മള്. കാരണം ഭയങ്കര വേഗതയാ. ഇത്രയൊന്നും വേഗത സാധാരണ ഉണ്ടാവാറില്ല. അതുകൊണ്ട് അളിയാ നീ പെട്ടെന്ന് കലിമയില്ലിക്കൊള്ളാൻ പറഞ്ഞു. യവൻ വെപ്രാളത്തിൽ ചൊല്ലി എന്താ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറയാൻ അപ്പോഴവന് പറ്റൂല. കാരണം എന്താണ്? വെപ്രാളത്തിൽ അവന് മാറിപ്പോയി പറഞ്ഞത്.
അപ്പൊ നമുക്കൊരു ദേഷ്യം വരുമ്പോഴോ സങ്കടം വരുമ്പോഴോ വെപ്രാളം വരുമ്പോഴോ പേടി വരുമ്പോഴോ ഭയം വരുമ്പോഴോ നമുക്ക് ഒരിക്കലും നമുക്ക് കവിതകളോ പ്രസംഗങ്ങളോ ഒന്നും വരില്ല, ടെൻഷനായിരിക്കും അല്ലേ? എന്നാൽ സാഹിത്യകാരന്മാരുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ അവതീർണമാകുന്ന സമയത്ത് നിമിഷ നേരങ്ങൾ കൊണ്ട് കവിതകൾ ഉണ്ടാക്കിയിരുന്ന കാലമാണ്. ഇംറുൽ ഖൈസ് എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തെ ആരോ അടിച്ച് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയി അവസാന അന്ത്യാഭിലാഷമായിട്ട് ചോദിച്ചു, അല്ല ഇംറുൽ ഖൈസെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു നിങ്ങൾക്ക്. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്കൊരു അരവരി കവിത എഴുതണം, അത്ര ആഗ്രഹമുള്ളൂ. ഒരു അരവരി പാട്ട് എഴുതണം, അത്ര എനിക്കുള്ളൂ. പക്ഷെ എനിക്ക് വേറൊരു ആഗ്രഹം കൂടിയുണ്ട്, ആ പാട്ട്, ആ കവിത നിങ്ങൾ എന്നെ കൊന്നിട്ട് നിങ്ങൾ എന്റെ 2 പെൺമക്കളെടുത്ത് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. വാങ്ങി നോക്കിയപ്പോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ അതിനകത്ത് ഉണ്ടായിരുന്നത്? മരണം തൊട്ട് മുമ്പിലുണ്ടായിരുന്നു. വാളും കൊണ്ട് ആരാച്ചാര തൊട്ട് മുമ്പിൽ നിൽക്കാൻ ആ സമയത്ത് ആ മനുഷ്യൻ പാടി, എന്താണ് അർത്ഥം? ഇംറുൽ ഖൈസിന്റെ പെൺമക്കളെ, നിങ്ങളെ വാപ്പ, നിങ്ങളുടെ ഉപ്പ, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും അതിൽ എഴുതിയിട്ടില്ല. ഇയാളെ കൊന്നു. ഈ അരവരി കവിതയും കൊണ്ട് നേരെ പോയി ആരെടുത്ത? അന്ത്യാഭിലാഷമല്ലേ, പെമ്മക്കളെടുത്ത് പോയി. പെമ്മക്കൾ വാങ്ങി ആ കവിതയുടെ ശ്രുതിയും ആ കവിതയുടെ പിന്നെന്തൊക്കെയുണ്ടല്ലോ, ചിലർ പറയുമല്ലോ അതില്ല ഇതില്ല അവിടെ ഇച്ചിരി കുറവുണ്ടെന്നൊക്കെ പറയണ സംഗതികളൊക്കെ എല്ലാം കൂടെ നോക്കിയപ്പോൾ പെമ്മക്കൾക്ക് കാര്യം പിടികിട്ടി. അവര് ബാക്കി പൂർത്തീകരിച്ചു. എന്താണെന്നറിയോ? ഇംറുൽ ഖൈസ് മരണത്തിന് തൊട്ട് മുമ്പ് എഴുതിയത് ഒറ്റ വരി, അരവരി. നിങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പ പൊന്നാര മക്കളെ, ഇത്ര എഴുതിയപ്പോൾ ബാക്കി ആ പെൺമക്കള് കൊലയാളികൾ കൊണ്ടുകൊടുത്ത കവിതയുടെ പകുതി കണ്ടപ്പോ ആ പെൺകുട്ടികള് ബാക്കി അങ്ങ് പൂർത്തീകരിക്കുകയാണ്. അവര് ബാക്കി അങ്ങ് പൂരിപ്പിച്ചു. അതേപോലെ പൂരിപ്പിച്ചതാ. എന്താണ് പെണ്ണുങ്ങളെ പൂരിപ്പിച്ചതെന്നറിയോ? നിങ്ങളുടെ ഉപ്പ പൊന്നാര മക്കളെ എന്ന് എഴുതി കവിതയുടെ ബാക്കി അവര് പൂർത്തീകരിച്ചത് കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്, കൊലയാളികൾ നിങ്ങളുടെ മുമ്പിലുണ്ടെന്നാണ്. സഹോദരങ്ങളെ, ആ നിമിഷം ആ പെൺകുട്ടികൾ അവരെ കൊന്നു എന്നല്ലേ? ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിക്കണേ. നിമിഷ നേരം കൊണ്ട് കവിതകൾ എഴുതാൻ കഴിയുന്ന ബുദ്ധിജീവികളായിരുന്ന, വിജിഗീഷുകളായിരുന്ന, ബുദ്ധിരാക്ഷസന്മാരായിരുന്ന ബുദ്ധിജീവികളുടെ ഇടയിലേക്ക് വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിക്കൊണ്ട് അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങളൊരു അധ്യായം കൊണ്ടുവരണ്ട, ഒരു ആയത്ത് കൊണ്ടുവരണ്ട, ഒരു ആയത്തിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് കൊണ്ടുവരാൻ ധൈര്യമുണ്ടോ? ആരും അന്ന് ഏറ്റെടുത്തില്ല, ഇന്നും ആരും ഏറ്റെടുക്കുന്നില്ല, നാളെയും ഇൻഷാ അല്ലാഹ് ആരും ഏറ്റെടുക്കുകയില്ല. ലോകാവസാനം വരെ നിന്നാലും ആരും ഏറ്റെടുക്കില്ല. അതേ ഖുർആനിന്റെ വെല്ലുവിളി ഇന്നുമുണ്ട് കൂട്ടരെ. അതുകൊണ്ട് പഠിച്ചോ, അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, സംശയമില്ല. ഈ ഖുർആൻ മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? അല്ലാഹ് പറയുകയാണ്, ഹുദല്ലിൽ മുത്തഖീൻ. ഈ ഖുർആൻ മുത്തഖീങ്ങൾക്ക് ഹുദയാ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ഈ ഖുർആൻ ഹാദിയാണ്, ഈ ഖുർആൻ ഹുദയാണ്, ഈ ഖുർആൻ ദിശാബോധം നൽകുന്നതാണ്, ഈ ഖുർആൻ മാർഗദർശനം നൽകുന്നതാണ്, ഈ ഖുർആൻ വഴികാട്ടിയാണ്, ഈ ഖുർആൻ ഒരു പൈലറ്റാണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, നമ്മൾ മുത്തഖീങ്ങളാകണേ. മുത്തഖീങ്ങളാകണമെങ്കിൽ എന്താ വേണ്ടതെന്നറിയോ? അല്ലാഹു തൊട്ടുടനെ പറയുകയാണ്, അല്ലദീന യുമിനൂന ബിൽ ഗൈബ്. എന്നെ കേൾക്കാൻ വേണ്ടി പുത്തൂരി വന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞാൻ പറയുകയാ, വിശുദ്ധമായ ഖുർആൻ നമുക്ക് ഹാദിയാകണമെങ്കിൽ നമ്മൾ മുത്തഖീങ്ങളാവുക. അങ്ങനെ മുത്തഖീങ്ങളാകണോ? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? അല്ലദീന യുമിനൂന ബിൽ ഗൈബ്. അദൃശ്യ കാര്യങ്ങൾ കൊണ്ട് വിശ്വസിക്കേണ്ടവരാണ്. ഈ പുത്തൂരെന്നെ കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ സഹോദരങ്ങള്, ഞാനും നിങ്ങളും ആ വിഷയത്തിൽ A+ നേടിയവരാണ്. ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവരാ. ഈ സദസ്സിൽ അല്ലാഹയെ കണ്ടവരാരാ? ആരുമുണ്ടാകൂല. എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനെ വിശ്വസിക്കുന്നില്ലേ? ഈ കൂട്ടത്തിൽ ആരാണ് പ്രവാചകന്മാരെ കണ്ടിട്ടുള്ളത്? ആരുമില്ലല്ലോ. എന്നിട്ടും നിങ്ങൾ ഞാനും
പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കുന്നില്ലേ? ഇരിക്കുന്ന സഹോദരിമാരിലോ നിങ്ങളിലോ മലായിക്കത്തുകളെ കണ്ടവരാരാ? ഒരു മലക്കിനെ കണ്ടവരുണ്ടോ? മലായിക്കത്തുകളെ കാണാതെ നമ്മൾ വിശ്വസിക്കുന്നില്ലേ? അള്ളാഹുവിന്റെ ഖുർആൻ ഇതാണ് എന്ന് നമ്മുടെ ഉലമാക്കളെ പറഞ്ഞു തന്നതല്ലേ നമ്മൾ വിശ്വസിച്ചത്? റസൂലുള്ളാഹി ജിബ്രീൽ ഓതിക്കൊടുത്തത്, ജിബ്രീൽ മുത്തുനബിക്ക് ഓതിക്കൊടുത്തത്, മുത്തുനബി സഹാബത്തിന് ഓതിക്കൊടുത്തത്. അവർ എല്ലിംഗസനങ്ങളിലും അതുപോലെ മരച്ചില്ലകളിലും അതുപോലെ തോലുകളിലും തൊലികളിലും എഴുതി വെച്ചത് നമ്മൾ കണ്ടില്ലല്ലോ. എന്നിട്ട് നമ്മൾ വിശ്വസിക്കുകയല്ലേ? ലോകാവസാനം എന്നത് ഞാനും നിങ്ങളും വിശ്വസിക്കുകയാണല്ലോ. ഇന്ന് വരെ ലോകാവസാനം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്റെ സഹോദരങ്ങളെ, സിറാത്ത് കണ്ടിട്ടുണ്ടോ? സ്വർഗനരകങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് നമ്മൾ വിശ്വസിക്കുകയാണല്ലോ. അതാണ് അല്ലാഹു പറഞ്ഞത്, അല്ലദീന യുമിനൂന ബിൽ ഗൈബ്. അദൃശ്യ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. ആ വിഭാഗക്കാരാണ്. ഈ സദസ്സിൽ അല്ലാഹയെ കണ്ടവരാരാണ്? ഒരു മനുഷ്യൻ ഉണ്ടാവൂല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ പോകണം. നിങ്ങൾ പറയുന്ന ഏത് ജോലിയും ചെയ്യും. ഈ തെങ്ങിൽ അത്രയും പോണാലും ഞാൻ കയറി തേങ്ങ ഇട്ട് തരാം. നിങ്ങൾ ആരെങ്കിലും ഒരാൾ അല്ലാഹയെ കണ്ടവരുണ്ടെങ്കിൽ എഴുന്നേക്ക്. ഇനിയിപ്പോ നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഭ്രാന്ത്, ഇല്ലെങ്കിൽ എനിക്ക് മുഴു ഭ്രാന്ത്. ഇതല്ലാതെ വേറെന്ത് പറയാനാ? പടച്ചോനെ കാണാൻ പറ്റൂല സഹോദരങ്ങളെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും ഈ ലോകത്ത് വെച്ച് കാണിക്കാൻ പറ്റാത്തോണ്ടല്ലേ നേരെ വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോയത്. ഇവിടെ വെച്ച് കാണാൻ ശ്രമിച്ച മൂസാ നബി പ്രവാചകന്മാരിൽ ഏറ്റവും വലിയ ശക്തനാണ്. തളർന്ന് വീണുപോയില്ലേ? ലോകത്തെ ഏറ്റവും വലിയ പർവ്വതം ഏതാ? അത് തൂര് സീനാ പർവ്വതമാണ്. ആ പർവ്വതം പപ്പടം പോലെ പൊടിഞ്ഞു പോയില്ലേ? അള്ളാഹുവിന്റെ കോടാന കോടി പ്രകാശങ്ങളിൽ ഒരു ചെറിയ പ്രകാശ തൂര് സീനാ പർവ്വതത്തിന്റെ തീപ്പാല മരത്തിന്റെ മുകളിൽ കണ്ടപ്പോ സഹോദരങ്ങളെ, ആ സമയത്ത് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ, ശക്തനായ പ്രവാചകൻ, ഏറ്റവും വലിയ ശക്തമായ പർവ്വതം പൊടിഞ്ഞ് തകർന്ന് തരിപ്പണമായി മൂസാ നബി ബോധം കെട്ട് വിയർത്തൊലിച്ച് മലർന്ന് ഒരു ഈത്തപ്പന വിരുമ്പുലങ്ങ് വീടുപോയില്ലേ? നബിതങ്ങളെ അള്ളാഹു എവിടെയാ കൊണ്ട് കാണിച്ചു കൊടുത്തത്? അങ്ങ് വിളിച്ചുകൊണ്ടേ കാണിച്ചു കൊടുത്തു. ഇവിടെ കാണിക്കാൻ പറ്റുന്ന സാധനമല്ല. എന്നിട്ട് നമ്മൾ വിശ്വസിക്കുന്നില്ലേ? ആരെന്ത് പറഞ്ഞോട്ടെ, നമുക്ക് നമ്മുടെ അള്ള മതി എന്ന് നമ്മൾ പറയുന്നില്ലേ? ആരെന്ത് പറഞ്ഞാലെന്താണ്? നമ്മളെ പറ്റി ആരൊക്കെ എന്തു പറഞ്ഞാലെന്താണ്? ഒന്നുമില്ല. എന്തോ പറഞ്ഞോട്ടെ സഹോദരങ്ങളെ. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടും. അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങനെയാണ്. വേറെ ഒരാളെയും അള്ളാഹു ശിക്ഷിക്കൂല. ഒരാൾ ചെയ്ത തെറ്റിന്റെ പേരിൽ അള്ളാഹു വേറൊരാൾക്ക് ശിക്ഷ കൊടുക്കൂല. പക്ഷെ ജനങ്ങൾ അങ്ങനെയല്ല. ജനങ്ങളെല്ലാവരും ശിക്ഷിക്കും. കിട്ടാൻ കാത്തിരിക്കുകയാണ് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലേ സർവ്വതും. അല്ലേ? റാബിയത്തുൽ അദബിയ റളിയല്ലാഹു, നമ്മൾ ആരോടും നമുക്ക് വെറുപ്പ് വേണ്ട, ആരോടും നമുക്ക് ദേഷ്യം വേണ്ട. റാബിയത്തുൽ അദബിയ എന്ന നിങ്ങളുടെയൊക്കെ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന, ലോകത്തുള്ള മുഴുവൻ മഹിളകളുടെയും നേതൃത്വം അലങ്കരിക്കുന്ന ബീവി റാബിയത്തുൽ അദബിയ എന്ന ആ മഹദി അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ശൈത്താനോട് വെറുപ്പുണ്ടോന്ന് ചോദിച്ചു. ശൈത്താനോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടോന്ന് ചോദിച്ചു. അവര് പറഞ്ഞെന്താ? എനിക്ക് ഒരു വെറുപ്പുമില്ല. എന്താ കാര്യം? വെറുക്കാൻ ഹൃദയത്തിൽ സ്ഥലം വേണ്ടേ മക്കളെ? അങ്ങനെ വെറുക്കാൻ ഒരു ചെറിയ സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ കൂടെ അള്ളാഹയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നിറയ്ക്കൂലേ സ്നേഹം? അതുകൊണ്ട് എനിക്കെന്ത് വെറുപ്പാ? ഒരു വെറുപ്പുമില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനെ കാണാതെ അവനെ വിശ്വസിക്കുന്നു. അവന് വേണ്ടി പാതിരാത്രി ഇത്രയും സമയത്ത് ഒരുമിച്ചുകൂടി എന്തിന്റെ പേരിലാണ്? നിങ്ങൾ മണി എത്രയായി? 11:15 മണി കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഇരിക്കുന്നത് ഇവിടെ. ആർക്കും പായസം വിളമ്പുന്നില്ല, ഉണ്ടോ? ആർക്കും ചാപ്പാടും കൊടുക്കുന്നില്ല. ഇതിൽ വരാത്തവരാരെയും മഹല്ലിൽ നിന്ന് പുറത്താക്കൂല. ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ ഇരിക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് നാളെ ഈ ഇരുത്തം ഒരു സ്വർഗപ്രവേശനത്തിന് കാരണമാകാനാ. നിങ്ങൾ ഈ രാത്രി ഒരുമിച്ചുകൂടിയതും അള്ളാഹുവിന് വിശ്വാസമുള്ളത് കൊണ്ടാണ്. പ്രവാചകന്മാരെ നമ്മൾ ആരും കണ്ടിട്ടില്ല, മലായിക്കത്തുകളെ ആരും കണ്ടിട്ടില്ല, ഒരാളും നമ്മൾ ആരെയും കണ്ടിട്ടില്ല. പക്ഷെ എങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. അള്ളാഹു നമ്മളെ നിലനിർത്തുന്ന അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത് അല്ലാഹു പറഞ്ഞു, അല്ലദീന യുമിനൂന ബിൽ ഗൈബ് വയുഖീമൂന സലാത്ത്. ഒന്ന് ഈമാനാണ്, രണ്ടാമത് സൽക്കർമ്മമാണ്. അല്ലാഹു പരിചയപ്പെടുത്തുന്നു, വയുഖീമൂന സലാത്ത്.
സൽക്കർമ്മങ്ങൾ ചെയ്യലാണ്, നമസ്കാരം നിലനിർത്തലാണ്, നമസ്കാരം നിർവഹിക്കലാണ്. ആ നമസ്കാരം നിലനിർത്തുന്നവന്, നമസ്കാരം നിർവഹിക്കുന്നവന്, നമസ്കാരത്തെ കൃത്യമായി പാലിക്കുന്നവൻ, അല്ലാഹു പറയുന്നു വിശദീകരിക്കണ്ടല്ലോ. മൂന്നാമതല്ല പറയുന്നു, ഈമാന് സൽക്കർമ്മങ്ങളും മാത്രം പോരാ മനുഷ്യ, ഈമാന് നിനക്കുണ്ട്, അതുപോലെ നിസ്കാരം കൃത്യമാണത് മാത്രം പോരാ. നീ പള്ളിക്കകത്ത് നിസ്കരിക്കുമ്പോ, നീ വീട്ടിൽ നിസ്കരിക്കുമ്പോ, നിന്റെ അയൽവാസികളായി നിന്റെ വീടിന്റെ 4 ഭാഗത്ത് 40 വീടുകളിൽ ആരെങ്കിലും പുര നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ, അവരുടെ കാര്യം കൂടി പരിഗണിച്ചില്ലെങ്കിൽ നിനക്ക് എന്ത് സ്വർഗം? അങ്ങനെ പ്രതീക്ഷയുണ്ടോ നമുക്ക്? നമ്മളൊക്കെ ഇപ്പൊ കരുതിക്കുന്നത് എന്താണ്? കൃത്യമായിട്ട് പള്ളിയിൽ പോയി നിസ്കരിക്കും, നേരെ വീട്ടിലോട്ട് വരും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കൂല. കാരണം തലയൊന്നും അനക്കാതെ നേരെ പള്ളിയിൽ അവിടെ പോയി നിസ്കാരം, സുന്നത്ത് നിസ്കാരം ശേഷവും മുമ്പും ഒക്കെ നിസ്കരിച്ച് തസ്ബീഹൊക്കെ ചൊല്ലി കുറച്ച് ഖുർആനൊക്കെ ഓതി നേരെ പള്ളിയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരും. വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ടില്ല. നമ്മൾ പറയും എന്തൊരു മനുഷ്യനാണ്, അയാളെ പോലെ നല്ലൊരു മനുഷ്യനില്ലല്ലോ. തൊട്ടപ്പുറത്തെ വീട്ടില് എത്രയോ ദിവസം കൊണ്ട് പട്ടിണിയാണ്. ഇയാള് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ ഈ പട്ടിണി കിടക്കുന്ന മുസ്ലിം ആകണമെന്നില്ല. നിങ്ങൾ മനസ്സിലാക്ക്, ഈ നാട്ടിലെ ഒരു പാവപ്പെട്ടവന് പട്ടിണി കിടക്കുമ്പോൾ അവന് പൊട്ടുതൊട്ട അമ്മയുടെ മകനാകട്ടെ, കുരിശുമാലയണിഞ്ഞ മാതാവിന്റെ മകനാകട്ടെ, തട്ടമിട്ട ഉമ്മയുടെ മകനാകട്ടെ, ആരാണെങ്കിലും അവന്റെ വിശപ്പിന്റെ വിളിയാളം കേട്ടിട്ട് നീ അപ്പുറത്ത് കൈയുയർത്തി പിടിച്ചു നിന്നാൽ നിനക്ക് സ്വർഗം കിട്ടൂല, ഒരു സംശയവും വേണ്ട. നാളെ അള്ളാഹ് ചോദിക്കുന്നത് എന്താ? എടാ നീ നിസ്കാരമൊക്കെ നിർവഹിച്ചു ശരിയാ, പക്ഷേ ഞാൻ വിശന്ന് നിന്നപ്പോ നീ എനിക്ക് ശാപ്പാട് തരാത്തെന്താ? അപ്പോഴും നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് ഓർമ്മ വരും. ചോദിക്കുന്ന അല്ലാഹുവേ, നീ റബ്ബുൽ ആലമീനല്ലേ, നിനക്ക് വിശക്കുവോ? നീയല്ലേ ഞങ്ങൾക്ക് ഭക്ഷണം തന്നു, പിന്നെ നിനക്കെന്താ വിശപ്പ്? അല്ലാഹ് പറയുന്ന മോനെ, നിന്റെ വീടിന്റെ ഇപ്പുറത്തുള്ളവൻ പട്ടിണി കിടന്നപ്പോ നീ അവന് ഒരു പൊതി ചോറ് കൊടുത്തോ? ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തോ? ഇല്ലല്ലോ. അങ്ങനാണെങ്കിൽ നീ എന്നെ അവിടെ എത്തിക്കാൻ നിനക്ക് കഴിയുമായിരുന്നല്ലോ എന്ന്. ഇന്നിപ്പോ ആളുകളൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. ശരിക്കും അൽഹംദുലില്ലാ, ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് പാലിയേറ്റീവ് ആണ്, ചാരിറ്റിയാണ്, ആളുകളെ സഹായിക്കലാണ്. ഇഷ്ടംപോലെ ചെറുപ്പക്കാർ ഈ തൊട്ടടുത്ത പാലക്കാട് ജില്ലയിലാണ് എന്റെ പ്രിയ സുഹൃത്ത് ഫിറോസ്, അതുപോലെ പല പല സഹോദരങ്ങൾ, ഒരുപാട് ആളുകൾ നന്നായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. അതിനിടയിൽ പല കള്ളനാണയങ്ങളും ഉണ്ടെന്നും മാത്രം. ഇന്ന ചില ആളുകളുണ്ട്, അവരെന്താണെന്നറിയോ, ഈ അടുത്ത സമയത്ത് ഒരു കാർട്ടൂൺ തന്നെ ഉണ്ടായിരുന്നു അതിനെപ്പറ്റി. എന്താണ്? ഇങ്ങനെ ദൂരദർശിനി വെച്ച് 4 ഭാഗത്തേക്ക് നോക്കുകയാണ്, പാവങ്ങളുണ്ടോ കുറച്ച് ഭക്ഷണം കൊടുക്കാൻ. ദൂരദർശിനി വെച്ചിട്ട് ഇങ്ങനെ 4 ഭാഗത്ത് നോക്കുകയാണ്. യവനാണെങ്കിലോ തിന്നിട്ട് കൊടവയറൊക്കെ ഇങ്ങനെ ഇറങ്ങിയ മനുഷ്യനാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ ദൂരദർശിനി വെച്ചിട്ട് 4 ഭാഗത്ത് നോക്കുന്നു, ആളുകളുണ്ടോ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ. അപ്പോഴും യവന്റെ കൊടവയറിന്റെ താഴെ ഭിക്ഷാപാത്രം കൊണ്ട് കുഞ്ഞു മക്കൾ നിൽക്കുക. യവന്റെ ഈ വലിയ വയറ് കാരണം അത് കാണാൻ പറ്റുന്നില്ല. യവന്റെ വലിയ വയറ് കാരണം ഈ കുട്ടികളെ താഴെ നിൽക്കുന്ന കാണാൻ പറ്റുന്നില്ല. അപ്പോൾ യവൻ നോക്കുന്നത് എന്താണ്? അങ്ങ് ഫലസ്തീനിൽ, അങ്ങ് അഫ്ഗാനിൽ, അങ്ങ് പിന്നെ മറ്റു ഭാഗങ്ങളിൽ ആളുകൾ പട്ടിണി കിടക്കാൻ സഹിക്കാൻ പറ്റുന്നില്ല. തൊട്ടപ്പുറത്ത് കിടക്കുന്നവന് ഭക്ഷണം കൊടുക്കാൻ ഇവര് മനസ്സില്ല. പിന്നെ എങ്ങനെയാണെങ്കിൽ അഫ്ഗാനി കൊണ്ട് കൊടുക്കുന്നത്? അപ്പൊ യവൻ ആളാകണം, ഇതല്ലേ താല്പര്യം? അതുകൊണ്ട് സഹോദരങ്ങളെ, മൂന്നാമതായിട്ട് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് നമുക്ക് മുത്തഖിയാകാനുള്ള വഴിയാണ്. 1 ഗൈബ് കൊണ്ട് വിശ്വസിക്കുക, 2 നിസ്കാരം നിലനിർത്തുക, 3 അള്ളാഹു പറയുന്നു. ഈ പറയുന്ന 4-5 വിശേഷണം ഉണ്ടെങ്കിലേ നമുക്ക് ഖുർആൻ ഇമാമാവുകയുള്ളൂ. നാളെ ഖബറിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഇമാമുക്കാന്ന് ചോദിക്കുമ്പോ പള്ളിയിലെ ഉസ്താദിന്റെ പേര് പറഞ്ഞാൽ 10 ഇടി അധികം കിട്ടും. അള്ളാഹ് കാക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഖുർആൻ ഇമാമി എന്ന് പറയണമെങ്കിൽ ഈ 5 വിഭാഗത്തിൽ സദക്കയുടെ കാര്യം ഞാൻ ബക്കറ്റ് ഒന്നല്ല കൊണ്ടുവരും. ഇന്നും നാളെയും കൂടെ 2 പരിപാടിയേ ഉള്ളൂ. അത് മാത്രമല്ല, ഇവിടെ നമുക്ക് വേറെ കളക്ഷൻ വലുതായിട്ടൊന്നുമില്ല. പിന്നെ നേരത്തെ ഉസ്താദ് പറഞ്ഞത് പോലെ കട്ടില്, നല്ല കട്ടിലാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ സംഘാടകര് വളരെ പാടുപെട്ട് ഇൻഷാ അല്ലാഹ് ഈ പരിപാടി മജ്ലിസുൻ നൂറിന്റെ വാർഷികവുമാണ്. അത് മാത്രമല്ല, നമ്മുടെ സംഘാടകര് വേറെ ഉദ്ദേശങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവർ വലിയ സമ്പന്നരൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടെ മനസ്സിൽ ഒരു നിയത്താക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ മൈക്കിന് ലൈറ്റിനും ഒക്കെ ആവശ്യമായ പൈസ നിങ്ങൾ കൊടുക്കണം. ഒരു 10-35,000 രൂപ ഇൻഷാ അല്ലാഹ് ഇന്ന് ഒരു ദിവസം. ഈ ബക്കറ്റ് ചെറിയ ബക്കറ്റ്, ചെറിയ സംഘാടകരുമാണ്, ചെറിയ ബക്കറ്റുമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്തായിരുന്നാലും വലിയ നോട്ടിട്ടോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
കവർ ഇൻഷാ അല്ലാഹ് ഇന്ന് തരും. ആ കവർ ഇന്ന് നിങ്ങൾക്ക് തരുമ്പോ അതിൽ നല്ല എഴുതാൻ പറ്റുന്ന കവറല്ലേ? അപ്പൊ എഴുതാൻ പറ്റുന്ന കവറാ. അപ്പൊ ആ കവറിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി നാളെ അവിടെ ഏൽപ്പിക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട വല്ലപ്പുഴ തങ്ങൾ ദുആ ചെയ്യും. പിന്നെ വരുമ്പോ കവർ ഓപ്പൺ കവറാണ്, അതിനകത്ത് ഒരു ചെറിയ സ്പേസ് ഉണ്ടാവും. നിങ്ങൾ നല്ല ഒരു സ്വതക്ക 500 രൂപ കുറയാത്തൊരു സ്വതക്ക അതിനകത്ത് കരുതി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ സംഘാടകരെ ഏൽപ്പിക്കണം. അല്ലാഹു ജാരിയായ സ്വതക്കയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊക്കെ ഉള്ളു സഹോദരങ്ങളെ, നമുക്കിതൊക്കെ ഉള്ളു. ഈ കൊടുക്കുന്നത് മാത്രമേ നമുക്കുള്ളൂ, ബാക്കി ഒന്നും നമുക്ക് ഉണ്ടാവൂല. ഈ ആർക്കെങ്കിലും എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന സദഖ, ഞാനൊരു ഹദീസ് പറയട്ടെ, ശ്രദ്ധിച്ച് കേട്ടോളണേ, ശ്രദ്ധിച്ച് കേട്ടോളി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നരകാവകാശികളെ വരി വരിയായി നിരനിരയായി നിർത്തിയിരിക്കുകയാണ്. നരകാവകാശികളുടെ നിരനിരയായി നിർത്തിയിരിക്കുമ്പോൾ സഹോദരങ്ങളെ, അതിന്റെ മുമ്പിലൂടെ സ്വർഗാവകാശികളെ അല്ലാഹുവിന്റെ മലായികത്തുകൾ ആനയിച്ചു കൊണ്ടുപോവുകയാ. ശ്രദ്ധയോടെ കേൾക്കണേ സഹോദരങ്ങളെ. പൈസ ഇടുമ്പോഴും ശ്രദ്ധ ഇങ്ങോട്ട് വേണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്, ശ്രദ്ധിച്ച് കേട്ടോളി. നരകത്തിന്റെ ആളുകളെ ഇങ്ങനെ വരിയായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ നരകത്തിന്റെ ആളുകൾ ഇങ്ങനെ നിർത്തിയിരിക്കുമ്പോ അവരുടെ അടുത്തൂടെ സ്വർഗത്തിന്റെ ആളുകളെ ഇങ്ങനെ കൊണ്ടുപോവാണ്. ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ, മാലിക് എന്ന മലക്കിന്റെ പിന്നിൽ നരകത്തിൽ പോകാനുള്ളവർ ക്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവരെ ഇനി നരകത്തിലേക്ക് കൊണ്ടുപോകണ ജോലിയേ ഉള്ളൂ. യുസഫു അഹ്ലിന്നാർ, നരകാവകാശികളെ ഇങ്ങനെ വരിയായി നിർത്തിയിരിക്കും. അതിനടുത്തുകൂടി സ്വർഗത്തിന്റെ അവകാശികളെ റിദ്വാൻ എന്ന മലക്ക് ഇങ്ങനെ കൊണ്ടുപോകും. വരി വരിയായി സ്വർഗത്തിന്റെ ആളുകൾ ഇങ്ങനെ പോവാൻ. അങ്ങനെ ഒന്ന് സങ്കല്പിക്കും. ആ സമയത്ത് അള്ളാഹുവിന്റെ തിരുദൂതര് പറയാൻ, ഈ നരകത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ട വരിയിൽ നിൽക്കുന്നതിൽ ഒരാള് ഈ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളിൽ ഒരുത്തന്റെ കയ്യിൽ കയറി പിടിക്കും. കയ്യിൽ കയറി പിടിക്കും. അവൻ വലിയ ജാടയിലും അഹങ്കാരത്തിലും, അഹങ്കരിക്കാണ്ടല്ലോ, ഇനിയിപ്പോ അഹങ്കരിച്ചിട്ട് എന്താ കുഴപ്പം? സ്വർഗം കിട്ടിയ പിന്നെ അഹങ്കരിക്കാൻ വയ്യാത്ത എന്താണ്? അപ്പൊ യവൻ ഈ കയ്യിൽ പിടിച്ചവനോട് ചോദിക്കും, എന്താടാ? അപ്പൊ യവൻ തിരിച്ചു ചോദിക്കും, നിനക്കറിയില്ലേ ഒരു ദിവസം നിനക്കൊരു ചായ വാങ്ങി തന്നവനെ നീ മറന്നു? സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം നിനക്ക് കുടിക്കാൻ വെള്ളം തന്നവനെ, ഒരു ചായ വാങ്ങി തന്നവനെ, ഒരു കൂൾ ഡ്രിങ്ക്സ് വാങ്ങി തന്നവനെ, ഒരു നേരത്തെ ഭക്ഷണം തന്നവനെ നീ മറന്നുപോയോ? അപ്പൊ ഈ സ്വർഗാവകാശി ചോദിക്കും, അത് നീയാണോ? എനിക്ക് ഓർമ്മയുണ്ട്, നീയാണോ? അതെ, ഞാനാണ്. അള്ളാനോട് ഒന്ന് പറയും, എന്നെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. സുബ്ഹാനല്ലാഹ്. ഈ നരകാവകാശിയായ മനുഷ്യൻ ഭൂമി ലോകത്ത് വെച്ചൊരു ചായ വാങ്ങി കൊടുത്ത, ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്ത ആ ഒരൊറ്റ കാരണം കൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.